അമരാവതിവാസികൾ മാലിന്യ പ്രശ്നം കൊണ്ട് വളരെ ദുരിതം അനുഭവിക്കുകയാണ്. ഡോക്ടർ കെ ചന്ദ്രിക മടങ്ങിയെത്തുന്നകളിലേക്ക് ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. കെ ജി രാധാകൃഷ്ണൻ, ഇപ്പോൾ വേനൽ മഴയിൽ പോലും കേരളം മുങ്ങുന്ന അവസ്ഥയാണുള്ളത്. പകർച്ചവ്യാധി ഭീഷണി മുൻപിൽ നിൽക്കുന്നു. സർക്കാർ ഇപ്പോൾ മുതലേ മുൻകരുതലുകൾ എടുക്കുന്നു. എന്തുകൊണ്ടാകാം ഇത്തരത്തിൽ വേനൽ മഴ പോലും കേരളത്തെ ദുരിതത്തിലാക്കുന്നത്? കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത്. ഒരൊറ്റ മഴ പെയ്യുമ്പോഴേക്കും താറുമാറാവുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഈ സംവിധാനങ്ങൾ മാറിത്തീരുന്നത് ദീർഘവീക്ഷണത്തോടുള്ള പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. പദ്ധതികൾ ഉണ്ടായതുകൊണ്ട് മാത്രം മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ജനങ്ങൾ സംസ്കാരമുള്ളവരായി മാറുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം മാലിന്യം സംസ്കരിക്കണമെങ്കിൽ സംസ്കാരമുള്ള ജനങ്ങൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. കാരണം വേർതിരിക്കാതെ കോർപ്പറേഷൻ എങ്ങനെയാ മാലിന്യം സംസ്കരിക്കാൻ പറ്റുക? പദ്ധതികൾക്കല്ല, നമ്മൾ പലപ്പോഴും വൻകിട പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നൊരു ഘടകം, അതോടൊപ്പം ഉണ്ടാകേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. അന്നത് നീക്കം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവുക, അത് വേർതിരിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു തലം കൂടി ഇതിൽ പരിഹരിക്കപ്പെടണം. പക്ഷെ അതൊരിക്കലും പരിഗണിക്കപ്പെടുന്നില്ല. സംസ്കാരശൂന്യരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നവർക്ക് മാലിന്യം മാത്രമേ സംസ്കരിക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ, കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനത്തെയും വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനത്തെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും കേരളത്തിൽ ധാരാളം സംവാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സംവാദങ്ങൾ കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാര്യക്ഷമമായ രീതിയിൽ ഒരു സംവിധാനവും കേരളത്തിൽ നടപ്പിലാകില്ല എന്നാണോ? അങ്ങനെയല്ല. കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിയതായ പഞ്ചായത്തുകളും സംവിധാനങ്ങളും കേരളത്തിലുണ്ടല്ലോ. മാലിന്യം ഉണ്ടാകുന്നത് വികേന്ദ്രീകൃതമായിട്ടാണ്. അത് വികേന്ദ്രീകൃതമായി തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് എളുപ്പമുള്ള മാർഗം. കേന്ദ്രീകൃതമായി ശേഖരിച്ച് സംസ്കരിക്കല് താരതമ്യേന ചെലവ് കൂടിയതാണ്. അതിന് വലിയ സംവിധാനങ്ങളും ആവശ്യമാണ്. ആ സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് ഉണ്ടായില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പദ്ധതി ഉണ്ടായിട്ട് എന്താ കാര്യം? ബ്രഹ്മപുരം ലാലൂരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ അതാണ്. റൈറ്റ്. വളരെയധികം നന്ദി ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പ്രതികരിച്ചതിന്. ജി ശങ്കറിലേക്ക്. ജി ശങ്കർ, ഇവിടെ കേരളം വളരെ കുറഞ്ഞ ഭൂവിഭവമുള്ള ഒരു സംസ്ഥാനമാണ്. ഈ കുറഞ്ഞ ഭൂവിഭവമുള്ള സംസ്ഥാനത്ത് നമുക്കിപ്പോഴും മുറ്റവും സ്വന്തമായൊരു വീടും വേണമെന്ന സ്വപ്നം ഇപ്പോഴും പുലർത്തുന്നവരാണ് മലയാളികൾ. സ്വന്തമായി 5 സെന്റ് അതിലൊരു വീട്. ഇത് എത്ര കാലം ഈ സ്വപ്നം മലയാളിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചതായി താങ്കൾക്ക് തോന്നുന്നില്ലേ? അത്തരം ഒരാശയത്തെ പരിപൂർണമായിട്ട് ഞാൻ തള്ളിക്കളയുകയാണ്. കേരളത്തിൻ്റെ ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെളിയുന്ന ഒരു ചരിത്ര സത്യമുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഉള്ള പോലെ തന്നെ കേരളത്തിലെ ഭൂമിയുടെ അധിക ഭാഗവും പണക്കാരായ വളരെ ന്യൂനപക്ഷം ആൾക്കാരുടെ കയ്യിലിരിക്കുകയും ഭൂരിപക്ഷം ആൾക്കാർ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അലയുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് തീർച്ചയായിട്ടും കേരളത്തിലും നിലനിൽക്കുന്നത്. ഇവിടെ നഗരങ്ങളിൽ പോലും നിങ്ങൾക്കറിയാം, നഗരങ്ങളിൽ പോലും ബാങ്കുകൾ, ലാൻഡ് ബാങ്കുകൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഭൂമിയുടെ ലഭ്യത കുറവാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായ രീതിയിലുള്ള പ്രചാരണമാണ്. ഭൂമിയുടെ ലഭ്യത കുറവായതുകൊണ്ടാണ് നമ്മൾ വെർട്ടിക്കൽ എക്സ്പാൻഷനിലേക്ക് പോകുന്നത്, ഫ്ലാറ്റുകളിലേക്ക് പോകുന്നത് എന്നുള്ള വാദത്തെ ഞാൻ പരിപൂർണമായിട്ടും തള്ളിക്കളയുകയാണ്. നമുക്ക് അത്തരം ഒരു രീതിയല്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം, മണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജൈവ ബന്ധമാണ്. നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തീർച്ചയായിട്ടും മലയാളിയല്ല, എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടതാണ്. മലയാളിക്ക് ഇപ്പോഴും ഭൂമിയോടുള്ള ഒരു ഒരു ജൈവബന്ധം അത് തെളിയിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ പറമ്പും മുറ്റവുമായിട്ടുള്ള വീട്, തീർച്ചയായിട്ടും അതിന് ഇപ്പോഴും ഭൂമി ലഭ്യമാണ്. ആ രീതിയിലുള്ള കെട്ടിട നിർമ്മാണം തന്നെ ആയിരിക്കണം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ്. അതല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. നമ്മുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം നേരത്തെ സംസാരിച്ച ബഹുമാന്യ സുഹൃത്തായ ശ്രീ മാത്യു പറഞ്ഞതുപോലെ ഭൂമി ഒരു വിൽപ്പന ചരക്കായിട്ട് മാറിയിരിക്കുന്നു. ക്രയവിക്രയത്തിനായിട്ടുള്ള വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു വിൽപ്പന ചരക്ക് എന്ന് പറഞ്ഞ ഭാഷാപ്രയോഗം തന്നെ ഉയർത്തിവിടുന്ന ചില അനുരണനങ്ങളുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. ഭൂമി കച്ചവടത്തിന് വേണ്ടി നമ്മൾ ഒരു സ്വർണത്തിന് വേണ്ടിയുള്ള ഭ്രമം പോലെ ഭൂമിയിലേക്കുള്ള ഭ്രമം നമ്മളെ തെറ്റായ ദിശകളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന സമീപകാല സാമൂഹ്യ ചരിത്രം നമ്മളെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് ദൂഷ്യവശങ്ങളാണ് മാലിന്യ സംസ്കരണത്തെ പറ്റിയും ഒരുപക്ഷെ മലിനജലത്തിൻ്റെ ഒഴുക്കിനെ പറ്റിയും നമ്മുടെ കാറ്റും വെളിച്ചവും കൊള്ളയടിക്കുന്നതിനെ പറ്റിയും ഒക്കെയുള്ള നമ്മുടെ സാധാരണ ജനങ്ങളുടെ ആശങ്കകൾ. അതിനെ തീർത്ത് ശരിവയ്ക്കുന്ന രീതിയിലാണ്
നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഫ്ലാറ്റ് നിർമ്മാണത്തിൻ്റെ രീതിയും, അതായത് ഇതാണ് നമുക്ക് സ്വത്ത്, ജീവൻ, കാറ്റ്, വെളിച്ചം, ഇതൊക്കെ സാധാരണ പൗരൻ്റെ മൗലികമായിട്ടുള്ള അവകാശങ്ങളാണ്. അത് കൊട്ടിയടയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയില്ല. ശുദ്ധജലത്തിനോടുള്ള അവകാശം നമ്മുടെ സാധാരണ പൗരന്മാർക്കെല്ലാം ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? വലിയ വലിയ ബൂസ്റ്റർ സംവിധാനങ്ങളൊക്കെയുള്ള വലിയ അണ്ടർഗ്രൗണ്ട് സമ്പുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ സാധാരണ കോർപ്പറേഷൻ തരുന്ന അല്ലെങ്കിൽ നഗര സംവിധാനം തരുന്ന വെള്ളമൊക്കെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലൊക്കെ കൊണ്ടുവരുന്ന മുഴുവൻ അഴുക്കുകൾ തൊട്ടപ്പുറത്തെ ഈ പാവപ്പെട്ട ഒരു ജനതയുടെ മുകളിൽ വർഷിക്കുന്ന രീതിയിലുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ, ഞാൻ നഗരങ്ങളെ പറ്റില്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഭൂഭാഗങ്ങൾ നിരന്തരമായിട്ട് കാണുന്ന കാഴ്ചകളാണ്. ഇത് അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതാണ് പ്രശ്നം. നമുക്ക് അതിനെയാണ് ചെറുക്കേണ്ടത്, അതിനെയാണ് പ്രതിരോധിക്കേണ്ടത്. അങ്ങനെയാണ് ഒരു പുത്തൻ. ശങ്കർ, എന്റെ ചോദ്യത്തിന്റെ മറ്റൊരു ലക്ഷ്യം താങ്കൾ വിശദീകരിച്ച പോലെ കേരളത്തിൽ ഒരു ഭൂപരിഷ്കരണം കാര്യക്ഷമമായി ഇനിയും നടക്കേണ്ടതുണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷേ അതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി ഉണ്ടാവേണ്ടതാണ്. അത് സമീപഭാവിയിൽ ഉണ്ടാകുമെന്ന് മലയാളികൾ ആരും പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ഇത്തരമൊരു യാഥാർത്ഥ്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിൽ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ചേരി നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായെങ്കിലും ബഹുനില കെട്ടിടങ്ങൾ പണിതുകൊണ്ട് ഭൂവിനിയോഗം ആ അർത്ഥത്തിൽ കുറയ്ക്കുകയും കുറച്ച് ഭൂമിയെങ്കിലും കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി നോട്ടിഫൈ ചെയ്യുകയും ചെയ്തുകൊണ്ടുള്ള ശാസ്ത്രീയമായ ഒരു ഭൂവിനിയോഗത്തിനുള്ള സാധ്യതകൾ ഇനിയും കേരളത്തിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഈ പുത്തൻ, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ്റെ കീഴിലുള്ള പദ്ധതികളൊക്കെ വെച്ച് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്ന ഒട്ടനവധി ചേരി നിർമ്മാർജ്ജന പദ്ധതികളൊക്കെ തന്നെ ബഹുനില മന്ദിരങ്ങളല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഒരു 5-6 നിലയുള്ള കെട്ടിടങ്ങളല്ല, ചെറിയ 2 നില കെട്ടിടങ്ങൾ, 3 നില കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞിട്ട് അത് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് വിവക്ഷകളോടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അവർക്കും ഇപ്പം ഞാൻ പറയട്ടെ, സാധാരണ നമ്മുടെ മലയാളിക്ക് ഈ കേരള പൗരനെല്ലാം ഉള്ള ഒരാഗ്രഹമുണ്ട്. നമ്മൾ സാമ്പത്തിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതനുസരിച്ച് നമ്മൾ വീട് വലുതാക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പനയ്ക്ക് സാധ്യതയുള്ള രീതിയിലാണ് നമ്മൾ ചേരികളുടെ പരിഷ്കരണം പോലും ചെയ്യുന്നത്. ഒരു മുറി കൂടെ ഭാവിയിൽ ഇറക്കുന്ന രീതിയിൽ എല്ലാവർക്കും അതിന് സംവിധാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പുത്തൻ പരിപ്രേക്ഷ്യമാണ്. ഒരുപക്ഷെ ഭാരതത്തിന് തന്നെ അഭിമാനമാവുന്ന രീതിയിലുള്ള പുത്തൻ മാതൃകയുടെ കേരളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു പക്ഷേ ജനസാന്ദ്രത ഈ പരിധിയിൽ കവിഞ്ഞുള്ള ചില പ്രദേശങ്ങളിൽ ഒരു പക്ഷേ ഞാൻ ബഹുതല മന്ദിരങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ഞാനത് സമ്മതിക്കുന്നില്ല. പക്ഷേ എന്നാലും 2 നില 3 നില വരെയുള്ള കെട്ടിട നിർമ്മാണം ഒരു പക്ഷേ ഒരു ഉത്തരമായേക്കാം. അത് തീർച്ചയായിട്ടും താങ്കൾ പറയുന്ന അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. റൈറ്റ്. ജി ശങ്കർ. അഡ്വക്കേറ്റ് കെ ചന്ദ്രിക, അവസാനമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം പകർച്ചവ്യാധികളുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഡെങ്കിപ്പനിയിൽ മൊത്തം സംസ്ഥാനത്തുണ്ടായ 79,911 കേസുകളിൽ 4,192 തിരുവനന്തപുരത്താണ്. എലിപ്പനിയിൽ 796-ൽ 317 തിരുവനന്തപുരത്ത്. ടൈഫോയിഡിൽ 2,975-ൽ 932 തിരുവനന്തപുരത്തായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഭീതിതമായ ഒരു കണക്കാണ്. ഈ കണക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഈ വർഷത്തെ മഴക്കാല പൂർവ്വ ശുചീകരണവും മഴക്കാല പൂർവ്വ ആരോഗ്യ സുരക്ഷാ പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോൾ കുറെ കൂടി ഗൗരവപൂർണമായി നഗരസഭയും സംസ്ഥാന സർക്കാർ തന്നെയും അതിനെ സമീപിക്കേണ്ടതുണ്ട്. അത്തരമൊരു സമീപനം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടായതായി താങ്കൾ കരുതുന്നുണ്ടോ? തിരുവനന്തപുരം നഗരസഭ എത്രമാത്രം ഈ പദ്ധതികളെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്? അല്ല, ഞങ്ങൾ ഈ മാലിന്യ സംസ്കരണമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാലിന്യത്തിൽ നിന്നാണല്ലോ ഡെങ്കിപ്പനി ആയാലും അതുപോലെ തന്നെ ഈ എലിപ്പനി ആയാലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വികേന്ദ്രീകൃത, ഞങ്ങളുടെ പ്ലാന്റ് പൂട്ടിപ്പോയപ്പോൾ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന്റെ ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുമ്പിട്ടിറങ്ങി. വീട് വീടാന്തരം ബയോഗ്യാസ് പ്ലാന്റുകൾ, അതുപോലെ തന്നെ ഈ പൈപ്പ് കമ്പോസ്റ്റ് തുടങ്ങിയത് ഞങ്ങൾ ആവിഷ്കരിച്ചു. ഇപ്പൊ തന്നെ 68 സ്ഥലങ്ങളിൽ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് അപേക്ഷ സർക്കാരിൽ കൊടുത്തിട്ട് നാളിതുവരെ അതിന് സാങ്ഷൻ തന്നിട്ടില്ല. 9 മാസമായി അതങ്ങനെ വെച്ചോണ്ടിരിക്കുക. ആ ഒരു സമീപനം സർക്കാരിന്റെ വളരെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് രീതിയിലാണ് നഗരസഭ കൊടുക്കുന്നത് പ്ലാനുകളും പദ്ധതികളും അട്ടിമറിക്കുക എന്നുള്ള ഒരു രീതി, ഒരു സമീപനവുമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ കഷ്ടമാണ്. കാരണം ഈ നഗരത്തിൽ ഒരു ദിവസം ഉണ്ടാകുന്ന മാലിന്യം എന്ന് പറയുന്നത് ഏകദേശം 350 ടൺ മാലിന്യം ഉണ്ടാകുന്ന ഒരു നഗരമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന തലസ്ഥാന നഗരത്തെ ഈ രീതിയിൽ അവഹേളിക്കാമോ? കൊച്ചിയിലും ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നല്ലോ, ബ്രഹ്മപുരത്ത് പഞ്ചായത്തിലാണ്. 3 ദിവസം ആ പഞ്ചായത്ത് ആ പ്ലാന്റ് പൂട്ടിയിട്ടിട്ട് അരമണിക്കൂർ കൊണ്ട് ഈ ഗവൺമെന്റ് അത് തുറന്നു കൊടുത്തു. പക്ഷേ സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ 49 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു തരാനായിട്ട്
ഈ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നാൽ ബദൽ സംവിധാനം ഉണ്ടാക്കി തന്നുമില്ല. ഞങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം കുഴിച്ചിട്ടും കത്തിച്ചു കളഞ്ഞും വാസ്തവത്തിൽ വശം കെട്ടിരിക്കുക. കഴിയുന്നത്ര ഉറവിടത്തിൽ സംസ്കരിക്കാമെന്ന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനൊട്ട് അനുവാദവും തരത്തില്ല. ഈ രീതിയിൽ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ ചന്ദ്രിക. രാഷ്ട്രീയമായ വിഭാഗീയത കേരളത്തിന്റെ ആരോഗ്യരംഗത്തെയും നഗരാസൂത്രണത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്ത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ ചന്ദ്രിക, ജി ശങ്കർ, മാത്യു എ വർഗീസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.